നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പുതിയ തരം AI-യെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഗൂഗിൾ ഡീപ് മൈൻഡിൽ നിന്നുള്ളതാണ് ആൽഫ ഇവോൾവ്. ഇതൊരു സാധാരണ കോഡിംഗ് ടൂൾ പോലെയല്ല. അല്ല. ഇത് സ്വന്തമായിട്ട് പുതിയ അൽഗോരിതങ്ങൾ കണ്ടെത്തുകയും പിന്നെ അത് സ്വയം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ്. അതെ. പലപ്പോഴും മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും മികച്ച കോഡിനേക്കാളും നന്നായി ഇത് പ്രവർത്തിക്കുന്നു എന്നും കേൾക്കുന്നു. ശരിയാണ്. ഇതിലൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന ലാർജ് ലാംഗ്വേജ് മോഡലുകളുടെ, അതായത് ഭാഷ കൈകാര്യം ചെയ്യുന്ന AI-കളുടെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, അതും ഈ എവല്യൂഷണറി സിസ്റ്റം, അതായത് പ്രകൃതി നിർദ്ധാരണം പോലെ മികച്ചതിനെ തിരഞ്ഞെടുക്കുന്ന രീതിയും തമ്മിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഓക്കെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഐഡിയകൾ ഉണ്ടാക്കുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ വിലയിരുത്തുന്നു, എന്നിട്ട് ഏറ്റവും നല്ലതിനെ മാത്രമെടുത്ത് വീണ്ടും മെച്ചപ്പെടുത്തുന്നു. ഒരു തരം കോഡുകളുടെ അതിജീവനം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഓടുകളുടെ അതിജീവനം എന്ന ആശയം കൊള്ളാം. ഇത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് നടക്കുന്നത്? ഈ സാധാരണ കോഡിംഗ് ടൂളുകളിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം എന്താണ്? പ്രധാന വ്യത്യാസം അതിന്റെ ലക്ഷ്യത്തിൽ തന്നെയാണ്. മറ്റേ ടൂളുകൾ ചെറിയ കോഡ് കഷ്ണമൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുമ്പോൾ ആൽഫ ഇവോൾവ് ലക്ഷ്യം വെക്കുന്നത് നൂറുകണക്കിന് ലൈനുകളുള്ള കുറച്ച് സങ്കീർണമായ ലോജിക്കിലുള്ള മുഴുവൻ പ്രോഗ്രാമുകളാണ്. ഹോ. ഇതിനായിട്ട് ഗൂഗിളിന്റെ ജെമിനി മോഡലുകളെയാണ് ഉപയോഗിക്കുന്നത്. ജെമിനി ഫ്ലാഷ് എന്നൊരു വേഗതയുള്ള മോഡലുണ്ട്. അത് ഒരുപാട് സാധ്യതകൾ, അതായത് കോഡ് വേരിയന്റുകൾ പെട്ടെന്നുണ്ടാക്കും, ആയിരക്കണക്കിന്. ഇനി കുറച്ചുകൂടി ആഴത്തിലുള്ള വിശകലനം വേണമെങ്കിൽ ജെമിനി പ്രോ എന്ന കുറച്ചുകൂടി കഴിവുള്ള മോഡലിന്റെ സഹായം തേടും. അപ്പോൾ നമ്മളൊരു പ്രശ്നം കൊടുത്താൽ ഈ ജെമിനി ഫ്ലാഷ് ആദ്യം കുറേ അധികം കോഡ് രൂപങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലേ? അതെ, ആയിരക്കണക്കിന്, ചിലപ്പോൾ 10,000-കണക്കിന് എണ്ണം വരെ ഉണ്ടാക്കാം. എന്നിട്ടോ? അതാണ് അടുത്ത പ്രധാന ഘട്ടം. ഓട്ടോമേറ്റഡ് ഇവാലുവേറ്ററുകൾ, അതായത് സ്വയം വിലയിരുത്തുന്ന സംവിധാനങ്ങൾ. ഇവ ഓരോ കോഡിനെയും നമ്മൾ മുൻകൂട്ട് നിശ്ചയിച്ച ചില അളവുകോലുകൾ വെച്ച് നോക്കും. ഉദാഹരണത്തിന്, എത്ര വേഗത്തിൽ റൺ ചെയ്യുന്നുണ്ട്, എത്ര കൃത്യതയുണ്ട്, എത്ര മെമ്മറി എടുക്കുന്നുണ്ട്, ഇതൊക്കെ നോക്കി ഒരു സ്കോർ കൊടുക്കും. ഏറ്റവും നല്ല സ്കോർ കിട്ടിയവയെ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതെ. ആ മികച്ച കോഡുകളെ എടുത്തിട്ട് അതിനെ അടിസ്ഥാനമാക്കി ജെമിനി ഫ്ലാഷ് വീണ്ടും പുതിയ, കുറച്ചുകൂടി മെച്ചപ്പെട്ട കോഡുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഈ ഉണ്ടാക്കൽ, വിലയിരുത്തൽ, തെരഞ്ഞെടുക്കൽ ഇതങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു സൈക്കിൾ പോലെ. അതെ. ഏറ്റവും നല്ലൊരു പരിഹാരം കിട്ടുന്നതുവരെ ഇത് തുടരും. ചിലപ്പോൾ പഴയ ഘട്ടങ്ങളിലെ നല്ല കോഡുകളെ വീണ്ടും പരിഗണിക്കേണ്ടി വരും. അല്ലെങ്കിൽ വഴിമുട്ടിയെന്ന് തോന്നിയാൽ ജെമിനി പ്രോയുടെ സഹായം തേടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കൃത്യമായി അളക്കാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ വേണം. സ്പീഡ് കൂട്ടുക, മെമ്മറി കുറയ്ക്കുക, അങ്ങനെയുള്ളവ. ഇതിന്റെയൊക്കെ ഒരു യഥാർത്ഥ ഫലം ഗൂഗിൾ അവരുടെ സിസ്റ്റങ്ങളിൽ കണ്ടിട്ടുണ്ടോ? തീർച്ചയായും. ഗൂഗിളിന്റെ വലിയ ഡേറ്റാ സെന്ററുകൾ നിയന്ത്രിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമുണ്ട്, ബോർഗ് എന്ന് പറയും. കേട്ടിട്ടുണ്ട്. അതിൽ ഈ ആൽഫ ഇവോൾവ് ഉപയോഗിച്ചപ്പോൾ അവരുടെ ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടിംഗ് റിസോഴ്സുകളിൽ ഏകദേശം 1.7% സ്ഥിരമായി ലാഭിക്കാൻ പറ്റി എന്നാണ് പറയുന്നത്. 0.7%. ഗൂഗിളിന്റെ ഒരു സ്കെയില് വെച്ച് നോക്കുമ്പോൾ അതൊരു ഭയങ്കര ലാഭം തന്നെയല്ലേ? അതെ, വളരെ വലുതാണ്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ജെമിനി പോലെയുള്ള വലിയ AI മോഡലുകളെ ട്രെയിൻ ചെയ്യിക്കുമല്ലോ, അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കുകൂട്ടലാണ് ഈ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നത്. ഒരു അടിസ്ഥാന കണക്കുകൂട്ടൽ രീതി. ശരി. ആൽഫ ഇവോൾവ് ഉപയോഗിച്ച് ആ ഒരു പ്രോസസ്സിന്റെ വേഗത 23% കൂട്ടി. 23%? അതെ. ഇത് മൊത്തം ട്രെയിനിംഗ് സമയത്തിൽ ഏകദേശം 1% കുറവ് വരുത്തി. ദിവസങ്ങളും ആഴ്ചകളും എടുക്കുന്ന ആ വലിയ ട്രെയിനിങ്ങിൽ ഈ 1% പോലും വലിയൊരു സമയം ലാഭിക്കലാണ്, ഊർജം ലാഭിക്കലാണ്. അത്ഭുതം തന്നെ. ഇതിലും അത്ഭുതം തോന്നിയത് ഗൂഗിളിന്റെ സ്വന്തം AI ചിപ്പുകളായ TPUകൾ ഉണ്ടല്ലോ, ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റ്സ്. അതെ, അതിന്റെ ഒരു അരിത്മാറ്റിക് സർക്യൂട്ട് ഡിസൈൻ മെച്ചപ്പെടുത്താൻ പോലും ഇത് സഹായിച്ചു എന്നാണല്ലോ പറയുന്നത്. അതും ഹാർഡ്വെയർ ഡിസൈൻ ഭാഷയായ വെരിലോഗില്. ശരിയാണ്. അത് സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ മാത്രമല്ല, ഹാർഡ്വെയർ ഡിസൈനിലേക്ക് വരെ കടന്നു ചെല്ലുന്നു എന്ന് കാണിക്കുന്നു. ഇത് ഗണിതശാസ്ത്ര ലോകത്തും ചില മുന്നേറ്റങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. അതാണല്ലേ ആ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കാര്യം? അതെ. 4x4 മാട്രിക്സ് ഗുണിക്കാൻ വോൾക്കർ സ്ട്രാസൻ എന്നൊരാൾ ഒരു രീതി കണ്ടെത്തിയിരുന്നു. 50 വർഷമായിട്ട് ആർക്കും അതിനെ മെച്ചപ്പെടുത്താൻ പറ്റിയിരുന്നില്ല. അതിന് 49 അടിസ്ഥാന ഗുണനങ്ങൾ വേണമായിരുന്നു. ആൽഫ ഇവോൾവ് അത് 48 ആക്കി കുറച്ചു. ഒരു ഗുണനത്തിന്റെ കുറവ് പോലും. അതെ. കാരണം ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒന്നാണ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, സയന്റിഫിക് കമ്പ്യൂട്ടിംഗ്, AI എല്ലായിടത്തും. അതുകൊണ്ട്
ചെറിയൊരു മെച്ചപ്പെടുത്തൽ പോലും വലിയ മാറ്റങ്ങളുണ്ടാക്കാം. ശരിയാണ്. അതുപോലെ കിസ്സിംഗ് നമ്പർ എന്നൊരു പ്രശ്നമുണ്ട്. ഒരു ഗോളത്തിനു ചുറ്റും അതിനെ തൊടാതെയും പരസ്പരം തൊടാതെയും എത്ര ഗോളങ്ങൾ വെക്കാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ. 11 ഡൈമെൻഷനുകളിൽ ഇതിന്റെ പഴയ റെക്കോർഡ് 592 ആയിരുന്നു. ആൽഫ ഇവോൾവ് അത് 593 ആക്കി. പുതിയ റെക്കോർഡ്. അതെ. ഏകദേശം 50ൽ പരം ഗണിതശാസ്ത്ര പ്രശ്നങ്ങളിൽ ഇത് പരീക്ഷിച്ചു നോക്കി. അതിൽ 75% കേസുകളിലും മനുഷ്യരുണ്ടാക്കിയ ഏറ്റവും നല്ല പരിഹാരത്തിന്റെ അത്രയും പ്രകടനം കാഴ്ചവെച്ചു. 20% കേസുകളിൽ അതിനേക്കാൾ മെച്ചപ്പെട്ടു. അപ്പോ മനുഷ്യൻ കുറേ കാലമായി ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ വരെ ഈ AI ചെയ്യുന്നു. ഇതിന് പരിമിതികളൊന്നുമില്ലേ? പരിമിതികളുണ്ട്. പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് വസ്തുനിഷ്ഠമായി അളക്കാൻ പറ്റുന്ന റിസൾട്ടുകൾ വേണം. ഓക്കെ. കൃത്യമായ ലക്ഷ്യങ്ങൾ. അതെ. ഒരു കഥ നന്നായോ ഇല്ലയോ എന്ന് അളക്കാൻ ഒരു സ്കോർ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ക്രിയേറ്റീവ് റൈറ്റിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല നിലവിൽ. പിന്നെ ഒരു ഉത്തരത്തിൽ എങ്ങനെ എത്തി എന്ന് ഇതിനെ എല്ലായ്പ്പോഴും വിശദീകരിക്കാൻ പറ്റിയെന്നും വരില്ല. ഒരു ബ്ലാക്ക് ബോക്സ് പോലെയാവാം ചിലപ്പോൾ. ഭാവിയിൽ എന്താണിതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്? എങ്ങോട്ടാണിത് പോകുന്നത്? ഗൂഗിൾ ഇതിനെ കൂടുതൽ സങ്കീർണമായ മേഖലകളിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്. മെറ്റീരിയൽ സയൻസ്, പുതിയ വസ്തുക്കൾ കണ്ടെത്തുക, പിന്നെ സസ്റ്റൈനബിലിറ്റി, ഊർജ്ജ കാര്യക്ഷമത കൂട്ടുക, മരുന്ന് ഗവേഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. ഹോ. അക്കാദമിക് ഗവേഷകർക്ക് ഇത് പരീക്ഷിക്കാനായിട്ട് ഒരു ഏർലി ആക്സസ് പ്രോഗ്രാമും അവർ ആലോചിക്കുന്നുണ്ട്. നാളെ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും കാര്യക്ഷമമായ അൽഗരിതങ്ങൾ ഒരുപക്ഷെ മനുഷ്യന്റെ തലയിൽ നിന്ന് വരുന്നതായിരിക്കില്ല, മറിച്ച് ഇതുപോലെ സ്വയം പരിണമിക്കുന്ന AI സിസ്റ്റങ്ങൾ നിശബ്ദമായി കണ്ടെത്തുന്നതാണെങ്കിൽ അതിന്റെ ഒരു സ്വാധീനം എന്തായിരിക്കും?